ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അറിയാലോ, നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വരില്ല, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. ഒരു നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 നിന്നാണ്, മനസ്സിലായോ? അതായത് ആദ്യത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 1, 2, 3, 4 അങ്ങനെ പോകുന്ന ഇൻറ്റിജേഴ്സ്, ഡെസിമൽ പോയിന്റ്സ് ഒന്നും വരത്തില്ല. പിടികിട്ടിയല്ലോ? അപ്പോൾ അപ് ടു അങ്ങനെ ഇപ്പോൾ എത്ര വേണമെങ്കിലും, ഇപ്പോൾ 10 വരെയോ അല്ലെ 100 വരെയോ 1000 വരെയോ ഓക്കെ. അപ്പോൾ ഇതിനാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളൊരു ലിമിറ്റ് പറഞ്ഞു കൊടുക്കുന്നിടം വരെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ജാവ പ്രോജക്റ്റ് കൊടുത്തു. ഇനി ഇതിനൊരു പേര് കൊടുക്കുക, സം ഓഫ് എൻ നാച്ചുറൽ നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, ഫിനിഷ് കൊടുക്കും. ഇനി ഇതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ക്ലാസ് നാച്ചുറൽ സം എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം അല്ലേ കാണുന്നത്. നമുക്കിത് 3 രീതിയിൽ കാണാം. ഒന്ന്, നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് കാണാം. 2, നമുക്കൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്ത് കാണാം. പിന്നെ നമുക്കൊരു പ്രത്യേകം ഫംഗ്ഷൻ എഴുതിയിട്ട് വേണമെങ്കിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം ഫോർ ലൂപ്പ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം അതിന് മുമ്പ് നമ്മൾ നാച്ചുറൽ നമ്പർ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ലിമിറ്റ് പറഞ്ഞു കൊടുക്കുക. അതായത് ആദ്യത്തെ 10 എണ്ണം വേണോ 100 എണ്ണം വേണോ ഓക്കെ. അപ്പോൾ അത് നമുക്ക് യൂസറുടെ തന്നെ ഇൻപുട്ടായിട്ട് വാങ്ങിക്കാം. എൻ്റർ ലിമിറ്റ്, അതായത് nth നമ്പർ എത്ര ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വാങ്ങുന്നത് എങ്ങനെയാണ്? സ്കാനർ ക്ലാസ് വെച്ചല്ലേ. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം സിസ്റ്റം .in എന്ന് കൊടുക്കുക. ഇനി എന്തായാലും ഒരു ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻറ്റിജർ നമ്പർ ഈക്വൽ ടു SE ഡോട്ട്. അപ്പോൾ നമ്മൾ ലിമിറ്റ് വാങ്ങി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എന്താണ് ഞാൻ പറഞ്ഞത്? ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്ന് നമ്മളപ്പോൾ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. 1 തൊട്ട് ഈ ലിമിറ്റ് നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങിയ ലിമിറ്റ് അത് ഏതിനകത്തുണ്ട്? നമ്മിനകത്തുണ്ട്. ആ നമ്പ് വരെ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ലൂപ്പ് ചെയ്ത് നമ്മൾ എടുക്കണം. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. ലെസ് ദാൻ നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 10 കൊടുക്കുന്നെങ്കിൽ 9 വരെ എടുക്കത്തുള്ളൂ. 10 കൂടെ എടുക്കണമെങ്കിൽ ഈക്വൽ ടു കൊടുക്കണം. ഓക്കെ, I++ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോയി. അതായത് സം എന്നൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് സം ഈക്വൽ ടു 0. അതിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് I. പിടികിട്ടിയല്ലോ. ഇതിപ്പോൾ ആദ്യ ലൂപ്പിൽ കയറുമ്പോൾ എന്താ ചെയ്യുക? ഇവിടെ എൻ്റെ I ഈക്വൽ ടു 0 അല്ല, ഞാൻ പറഞ്ഞു ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണെന്ന്. ഓക്കെ, അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റുകയാണ്, അപ്പോൾ ഇൻറ്റ് I ഈക്വൽ ടു 1. അപ്പോൾ ഇത് ആദ്യ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഐയുടെ വാല്യൂ 1 ആണ് അല്ലേ. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പോൾ ഞാൻ 10 ആണ് ലിമിറ്റ് കൊടുത്തതെന്ന് വിചാരിക്കാം. 10 ആണ്. അപ്പോൾ ഇതിനകത്തോട്ട് കയറും. എന്നിട്ട് സം ഈക്വൽ ടു സം പ്ലസ് I. അപ്പോൾ എന്താണ്? സമ്മിൻ്റെ വാല്യൂ 0 ആണ്. 0 + 1 എന്ന് പറയുമ്പോൾ 1 ഇവിടെ സ്റ്റോർ ആവും. ഓക്കെ, എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 2 ആവും. 2 ലെസ് ദാൻ 10 ആണോ? അതെ. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 കിടപ്പുണ്ട്. ഇപ്പോൾ 2 കൂടെ വന്നപ്പോൾ 2 + 1 3 ആവും. അങ്ങനെ ഓരോ നമ്പർ ഇതിനകത്ത് കിടക്കുന്നതുമായിട്ട് സം ചെയ്ത് പോകും. പിടികിട്ടിയല്ലോ. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യിക്കാം. സിസ് ഔട്ട് സം ഓഫ്. ഇപ്പം എത്ര നാച്ചുറൽ നമ്പർ ആണെന്ന് നമ്മൾ പറയണമല്ലോ. അപ്പം സം ഓഫ് എത്ര നാച്ചുറൽ നമ്പറിൻ്റെ സം ആണെന്ന് പറയണ്ടേ. അപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സം പ്രിന്റ് ചെയ്താൽ മതി അല്ലേ. ഇനി നമുക്കിത് കിട്ടുമോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ എറർ കാണിക്കുന്നത് ഞാനിവിടെ ഒരു പ്ലസ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എറർ മാറും. ഇനി നമുക്കിത് റൺ ചെയ്യിച്ച് നോക്കാം. ജാവ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ആദ്യത്തെ 10 എണ്ണത്തിൻ്റെയാണ് എനിക്ക് വേണ്ടത്. ഇതാ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ 55. ഇത് ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ ചേർന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിൻ്റെ വാല്യൂ 55. മനസ്സിലായോ? ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യിക്കുന്നത്. ഇനി നമ്മൾ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 100 നാച്ചുറൽ നമ്പറിൻ്റെ കാണിക്കും. 100 നാച്ചുറൽ നമ്പറിൻ്റെ 5050 പിടികിട്ടിയല്ലോ.
ഇതിപ്പോൾ ഫോർ ലൂപ്പ് വെച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചത്. ഇനി നെക്സ്റ്റ് വൈൽ ലൂപ്പ് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ആ സിസ് ഔട്ട് ഞാൻ കളയുന്നില്ല, കാരണം എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെയാണല്ലോ കിട്ടേണ്ടത്. അപ്പം നെക്സ്റ്റ് ഞാൻ വൈൽ ലൂപ്പ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ വൈൽ ലൂപ്പിനകത്ത് എന്താ കണ്ടീഷൻ പറയേണ്ടത്? വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം, അതായത് ഐയുടെ വാല്യൂ നമ്മിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം. പിടികിട്ടിയല്ലോ. എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ സം ഈക്വൽ ടു സം പ്ലസ് ഐ. പിടികിട്ടിയല്ലോ. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഇത് ഐ എന്താ ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുകയാണ് ഇൻറ്റ് ഐ ഈക്വൽ ടു 0 ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അത് എറർ മാറി. അപ്പോൾ ഇവിടെ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം ഐയുടെ വാല്യൂ 1 ആണ് അല്ലേ? സോറി, ഐയുടെ വാല്യൂ 0 അല്ല 1 ആണ്. വീണ്ടും മിസ്റ്റേക്ക് കാണിച്ചു. അപ്പോൾ ഐ ഈക്വൽ ടു 1 കൊടുക്കുക ആദ്യം. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ കൊടുത്ത ലിമിറ്റ് 10 തന്നെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ അത് ആ സമ്മിനകത്തോട്ട് സ്റ്റോർ ആവും. വീണ്ടും അടുത്ത നമ്പർ. അപ്പോൾ ഇതിനകത്ത് ഈ വൈൽ ലൂപ്പ് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ ലൂപ്പിലാണെങ്കിൽ ഐ പ്ലസ് പ്ലസ് നമ്മൾ പറഞ്ഞു കൊടുത്തു. വൈൽ ലൂപ്പിലാണെങ്കിൽ സം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? കാരണം എന്താ? ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഐ ഇൻക്രിമെൻ്റ് ആവത്തില്ല, നമ്മൾ കണ്ടീഷൻ എവിടെയെങ്കിലും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ നമ്പർ ഇതിനകത്ത് 1 സ്റ്റോർ ആയല്ലോ. അപ്പോൾ എന്താണ്? ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണ്. അപ്പോൾ എന്താണ്? 2ഉം 1 സം ആവും. അതായത് 1 ഓൾറെഡി ഇതിനകത്തുണ്ട്. 1 + 2 3 ഇതിനകത്തോട്ട് വരും. വീണ്ടും ഐ പ്ലസ് പ്ലസ് ആകുമ്പോൾ 3 ആവും. പിടികിട്ടിയല്ലോ. അപ്പോൾ വൈൽ ലൂപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് വരുമോ നോക്കാം. ഞാൻ സിസ് ഔട്ട് ഇത് അതേ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ എൻ്റർ ലിമിറ്റ് 10 തന്നെ കൊടുക്കാം. ഇതാ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 55. പിടികിട്ടിയല്ലോ. അപ്പോൾ ഫോർ ലൂപ്പ് വെച്ചും വൈൽ ലൂപ്പ് വെച്ചും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ എന്താ ഇത് കളയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിയല്ലോ. ഇത് ഇത്ര എല്ലായിടത്തും സെയിം തന്നെ. ഓക്കെ, ഇനി നമ്മളൊരു ഫംഗ്ഷനകത്തോട്ട് ഈ നമ്പർ പാസ് ചെയ്യുക. അപ്പോൾ ഫൈൻഡ് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്തോട്ട് ഈ ലിമിറ്റ് ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എറർ വരും. കാരണം എന്താ? ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താ ഇവിടെ ക്രിയേറ്റ് ആയി. പിടികിട്ടിയല്ലോ. ഫംഗ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ സാധാ ചെയ്യുന്നോണം നമ്മുടെ ഫോർ ലൂപ്പ് എഴുതിയാൽ മതി. അപ്പം ഞാൻ ഫോർ ലൂപ്പ് വെച്ചാണ് ചെയ്യുന്നത്. വൈൽ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ 4 int i equal to 1 കൊടുക്കുക. അതായത് 1 നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ഐ പ്ലസ് പ്ലസ് കൊടുക്കുക. എന്നിട്ട് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുക്കുക. ഇതിപ്പോൾ സമ്മ് നമ്മളിതാ ഇവിടെ ഇതിനകത്ത് ഈ മെയിനകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പുറത്ത് ഡിക്ലെയർ ചെയ്യാം. ഇതപ്പോൾ ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്യാണ്. എന്നിട്ട് ഈ മെയിനിൻ്റെ പുറത്ത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഇനി ഈ ഐ നമുക്ക് കളയാം. ഇത് വേണ്ടല്ലോ, ഞാൻ മുമ്പേ ഡിക്ലെയർ ചെയ്തിരുന്നതാണ്. ഇനി സം എന്ന് പറയുന്നത് ഇതാ സമ്മ് സ്റ്റാറ്റിക് ആക്കി കൊടുക്കുക. അതാണ് അവിടെ എറർ കാണിക്കുന്നത്. പിടികിട്ടിയല്ലോ. ഇനി സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുക്കുക. ഇനി ഞാൻ സിസ് ഔട്ട് ഇതാ ഈ സ്റ്റേറ്റ്മെൻറ്റും കട്ട് ചെയ്ത് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ എൻ്റർ ലിമിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ 20 കൊടുക്കുകയാണ്. സം ഓഫ് 20 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 210. ഇനി നമുക്ക് 10 കൊടുക്കാം. സം ഓഫ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 55. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ. അപ്പോൾ 3 കേസ് മനസ്സിലായല്ലോ. ഇത് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.